all. So today we are going to study a little bit of phrasal verbs, കുറച്ച് vocabulary ആണ് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ vocabulary എന്ന് പറഞ്ഞൊരു പാർട്ട് നമുക്കുണ്ട്. സോ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഹിന്ദു വായിച്ചിരിക്കണമെന്നുണ്ട്. അത് വായിക്കാൻ പറ്റില്ലെങ്കിൽ സാരമില്ല, അതിലുള്ള vocabulary ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സം phrasal verb. ഓക്കെ, phrasal verb എന്ന് വെച്ചാൽ രണ്ട് വേർഡ്സ് കാണും. അപ്പം ആ രണ്ട് വേർഡ്സ് ഒരുമിക്കുമ്പോഴാണ് അതൊരു phrasal verb ആവുന്നത്. രണ്ട് വേർഡ്സ് ഒരുമിക്കുമ്പോൾ അതിന് വേറൊരു സ്പെഷ്യൽ മീനിങ് വരും. അതാണ് ഇതിന്റെ phrasal verbന്റെ എന്താ പറയാ, phrasal verbന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അമേസിംഗ് phrasal verb. ഇറ്റ്സ് നോൺ ആസ് dawn on അല്ലെങ്കിൽ dawn upon. dawn on അല്ലെങ്കിൽ dawn upon എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് dawn on അല്ലെങ്കിൽ dawn uponന്റെ മീനിങ്. ഓക്കെ, dawn on, DAWN on, dawn on means to understand. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയൊരു കൺസെപ്റ്റ് വായിക്കുകയാണെങ്കിൽ you can tell like, you know, I am dawning on this subject, I am dawning on this specific field, I love to dawn on this field, അല്ലെങ്കിൽ I love to dawn on that matter എന്നൊക്കെ പറയാം. Understand, to understand, basically it is understanding. അടുത്തത് die for. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, I die for that, I would die for that, I would die for something like, you know, to have an amazing family, അല്ലെങ്കിൽ I would die to have children. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, കുട്ടികളുണ്ടാകാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന പോലെ die for. ഓക്കെ, അടുത്തത് die down. die down എന്ന് വെച്ചാൽ ഗ്രാജുവലി എന്താ പറയാ, ഡിസപ്പിയർ ചെയ്യുക അല്ലെങ്കിൽ ഗ്രാജുവലി കാണാതാവുക. ഓക്കെ, നമ്മൾ പറയില്ലേ, ആദ്യം ഇപ്പൊ നമ്മൾ ചില യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ആദ്യം കുറെ വീഡിയോസ് ഇടും, പിന്നെ അത് ഗ്രാജുവലി ഡൈ ഡൗൺ ആവാറുണ്ട്. എന്ന് വെച്ചാൽ ഗ്രാജുവലി അതങ്ങ് മാറും, ആ ചാനലിൽ വീഡിയോസ് ഇടാതെ ആ ചാനൽ അങ്ങ് പോകും. അതാണ് ഡൈ ഡൗൺ. ഓക്കെ, അടുത്തത് ഡൈ ഔട്ട്. ഡൈ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്, എക്സ്റ്റിങ്ക്ട്, ടു ബിക്കം എക്സ്റ്റിങ്ക്ട് എന്നുള്ളതാണ് ഡൈ ഔട്ട്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം ഡോഡോ ബിക്കം ഡൈ ഔട്ട് അല്ലെങ്കിൽ ഡോഡോ ഡൈഡ് ഔട്ട് എന്ന് പറയും. ഓക്കെ, അടുത്തത് ഡു വിത്തൗട്ട്. ഡു വിത്തൗട്ട് എന്ന് വെച്ചാൽ ടു മാനേജ് വിത്തൗട്ട്. ഓക്കെ, അത് നമ്മള് ഐ ക്യാൻ ഡു വിത്തൗട്ട് എ റാങ്ക് ഫയൽ, ഐ ക്യാൻ ഡു വിത്തൗട്ട് കോച്ചിങ്, ഐ ക്യാൻ ഡു വിത്തൗട്ട് എന്ന് പറഞ്ഞോട് പറയും. ഡു വിത്തൗട്ട് മീൻസ് ടു വിത്തൗട്ട് ദാറ്റ്. ഓക്കെ, അടുത്തത് ഡു അവേ വിത്ത്. ഡു അവേ വിത്ത് എന്ന് പറയുന്നതിന്റെ നമ്മുടെ മീനിങ് എന്ന് പറയുന്നത് അബോലിഷ്. അബോലിഷ് ചെയ്യാന്നാണ് ഡു അവേ വിത്തിന്റെ മീനിങ്. എന്താണ് ഡു അവേ വിത്ത്, അബോലിഷ്. ഡൺ വിത്ത്. ഡൺ വിത്ത് എന്ന് വെച്ചാൽ I am done with Kerala, അല്ലെങ്കിൽ I am done with this subject, I am done, മതിയായി എന്ന് പറയുന്നത് I am done with it. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, യൂസ് ചെയ്യുന്ന വേർഡാണ് I am done with your bullshit നമ്മൾ പറയല്ലേ. വീട്ടുകാരുടെ നെഗറ്റിവിറ്റി ആയിക്കോന്ന് പറയാം, I am done with your negativity എന്ന് നിങ്ങൾക്ക് പറയാം. മനസ്സിലായില്ല, നിങ്ങൾ ഈ വീട്ടുകാർക്ക് അറിയാത്ത വേർഡ്സിൽ നിങ്ങൾക്ക് അവരെ പറയാൻ പറ്റും. മനസ്സിലായില്ല, അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ വലിയ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ഇംഗ്ലീഷ് ഇൻ ഡിഫറെന്റ് മാനേഴ്സ് ആൻഡ് ഡിഫറെന്റ് വേസ് ആൻഡ് ആക്ച്വലി യു കുഡ് ബി വെരി ഹാപ്പി ബിക്കോസ് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് മനസ്സിലാവേയില്ല, നിങ്ങൾക്ക് സംതൃപ്തിയും ആവും. മനസ്സിലായല്ലോ. യാ, ദാറ്റ്സ് അബൌട്ട് ഇംഗ്ലീഷ്. ഓക്കെ, ഡു ഫോർ. ഡു ഫോർ എന്ന് വെച്ചാൽ ആ ഒരു പർപ്പസ് സേവ് ദ പർപ്പസ്. ഡു ഫോർ, ഐ ക്യാൻ ഡു ഫോർ. ഓക്കെ, യു ഷുഡ് ഡു ഫോർ അങ്ങനെ പറയല്ലേ. ഡു ഫോർ എന്ന് വെച്ചാൽ സേവ് ദി പർപ്പസ്. അടുത്തത് ഡീൽ വിത്ത്. നമ്മൾ എപ്പോഴും പറയുന്നത് ഐ ആം ഡീലിംഗ് വിത്ത് ഇറ്റ് അല്ലെങ്കിൽ ഐ എം ഡീലിംഗ് വിത്ത് ദി കറന്റ് പാൻഡമിക് സിറ്റുവേഷൻ. ഡീൽ വിത്ത് എന്ന് വെച്ചാൽ നമ്മൾ അതിനുമായിട്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ വി ആർ ഹാൻഡിലിംഗ് ദി സിറ്റുവേഷൻ. ഡ്രാഗ് ഓൺ, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ചില ക്ലാസ്സസ് ഒക്കെ ഇരിക്കുമ്പോൾ പറയല്ലേ, the teacher has dragged on for hours and hours and we felt so terrible. ഡ്രാഗ് ഓൺ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും പറയാനില്ല പക്ഷെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ദാറ്റ് ഇസ് ഡ്രാഗ് ഓൺ. അടുത്തത് ഡ്രൈവ് ഔട്ട്. ഡ്രൈവ് ഔട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഞാനൊരു ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ആൾക്കാരെ ഡ്രൈവ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇയർഫോൺ കൈ വെച്ചേക്കും. പാടിട്ടില്ലെങ്കിലും ഞാൻ എന്റെ ചെവിയിൽ ഇയർഫോൺ വെച്ചേക്കും, അപ്പൊ ആരും എൻ്റെ അടുത്ത് സംസാരിക്കില്ല. സോ ദാറ്റ്സ് ബേസിക്കലി മൈ വേ ടു ഡ്രൈവ് ഔട്ട്. ഡ്രൈവ് ഔട്ട് എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മൾ അകറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ മതിയാക്കി നമ്മൾ ഓടിച്ചു വിടുക എന്നുള്ളതാണ് ഡ്രൈവ് ഔട്ട്. ഏതൊരു ഐ യൂസ് ഇയർഫോൺ ഓർ ഐ യൂസ് സർക്കാസം. ഓക്കെ, സർക്കാസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. സർക്കാസം നമ്മൾ പരിഹസിച്ച് പുച്ഛിച്ചെങ്കിൽ വിടും. മനസ്സിലായില്ലേ? അപ്പം അത് വെച്ചിട്ട് ആൾക്കാർ മിക്കവരും എൻ്റെ അടുത്ത് മിണ്ടാന്ന് വരത്തില്ല. ഐ എം ബേസിക്കലി an introvert and I love to be an introvert. I don't love to deal with people's problem or rumors. ഇതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. Okay, so I basically use earphones and
മൈ വർക്ക് തിങ്സ് ടു ഡ്രൈവ് ഔട്ട് പീപ്പിൾ അവേ. ഓക്കെ, ഡ്രൈവ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ ഓടിച്ചു വിടുക. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കാം. ഓക്കെ, സോ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വേർഡ്സ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ആ വേർഡ്സ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബോൾസ്റ്റർ. ബോൾസ്റ്റർ ബോൾസ്റ്റർ എന്ന് വെച്ചാൽ നമ്മള് സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോൾസ്റ്റർ ചെയ്യാന്ന് പറയും. സ്ട്രെങ്തനിങ് ഇറ്റ്. ബോൾസ്റ്റർ. റീഇൻഫോഴ്സ്, സപ്പോർട്ട് എന്നൊക്കെ പറയും. അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത് അവോയ്ഡ്. അവോയ്ഡ്. ഓക്കെ, അവോയ്ഡ് എന്നാണ് ബോൾസ്റ്ററിന്റെ ആന്റോണിം. അടുത്തത് എക്സ്കലേഷൻ. എസ്കലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എസ്കലേറ്റർ അറിയാം അല്ലെ. എസ്കലേറ്റർ ഇങ്ങനെ പൊങ്ങി പോവുക. അതേപോലെ എസ്കലേഷൻ എന്ന് വെച്ചാൽ നമ്മള് ഹൈ ആവുക അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യുക, അഡ്വാൻസ് കിട്ടുക. ഓക്കെ, നമ്മൾ സാലറി ഹൈക്ക് കിട്ടുന്ന പറയില്ലേ, സാലറി എസ്കലേറ്റ് ചെയ്തെന്ന് പറയാം. എസ്കലേഷൻ മീൻസ് റൈസ്. അതിന്റെ ആന്റോണിം എന്ന് വെച്ചാൽ പ്ലഞ്ച്. there was a plunge in the prices of. ഇപ്പൊ എല്ലാത്തിനും പ്രൈസ് കൂടുതലാണ്. ഈവൻ പെട്രോളിന് വരെ കൂടുതലാണ്. ഈവൻ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റാർട്ടിംഗ് ഫ്രം പെട്രോൾ എന്ന് പറയാം. അപ്പൊ പ്ലഞ്ച് എന്ന് വെച്ചാൽ പ്രൈസ് കുറയാന്നാണ്. ഓക്കെ, എസ്കലേഷൻ എന്ന് വെച്ചാൽ റൈസ്. അടുത്തത് മാർഷൽ. മാർഷൽ എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാദർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പറയാം, ഒരു വലിയൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ പീപ്പിൾ മാർഷൽഡ് ഇറ്റ് എന്ന് പറയാം. പീപ്പിൾ കെയിം മാർഷലിംഗ്, ഗ്യാദർ ചെയ്യാം. അതാണ് മാർഷലിന്റെ അർത്ഥം. അതിന് വേറെ സിനോണിം എന്ന് പറഞ്ഞാൽ അസംബിൾ, കളക്ട് ഒക്കെയാണ്. ആന്റോണിം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ്. ഓക്കെ, പിരിച്ചുകൂടാ. അസംബ്ലി ഇസ് ഡിസ്പേഴ്സ്ഡ് അല്ലെ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് അസംബ്ലി ഡിസ്പേഴ്സ്ഡ് എന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, എത്ര നേരം വെയിലത്ത് നിൽക്കേണ്ടാവുള്ളതാണ്. ഓക്കെ, why should we need assembly and all, right? Yeah, maybe പണ്ട് ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതാണ്. എനിവേ, സോ ദാറ്റ്സ് ഇറ്റ്. അൺഫെറ്റേർഡ്. അൺഫെറ്റേർഡ് എന്ന് വെച്ചാൽ അൺറെസ്ട്രെയിൻഡ്. ഓക്കെ, അൺറെസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ കൺസ്ട്രിക്റ്റഡ് അല്ല, റെസ്ട്രിക്റ്റഡ് അല്ല, അത് രീതിയിലുള്ള. ഓക്കെ, അതിന്റെ ആന്റോണിം എന്ന് പറഞ്ഞാൽ റെസ്ട്രെയിൻ. അൺറെസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അൺഫെറ്റേർഡ് എന്ന് വെച്ചാൽ അൺറെസ്ട്രെയിൻഡ് ആണ്. അൺഫെറ്റേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു തടങ്കലിലല്ല. ഓക്കെ, ഫെറ്റേർഡ് മീൻസ് ഇൻ തടങ്കൽ, അൺഫെറ്റേർഡ് മീൻസ് തടങ്കലിലല്ല. ഓക്കെ, അടുത്തത് കോംബാറ്റ്. ഓക്കെ, കോംബാറ്റ്. മോർട്ടൽ കോംബാറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. കോംബാറ്റ് എന്ന് വെച്ചാൽ ഫൈറ്റ് എന്നാണ് മീനിങ്. അതിന്റെ ബേസിക്കലി അതിന്റെ ആന്റോണിം എന്ന് വെച്ചാൽ എന്താണ്? ഗിവ് ഇൻ ടു, ബീയിങ് ഫ്രണ്ട്ലി ആൻഡ് ഓൾ. ഓക്കെ, സോ അണ്ടർമൈൻ. അണ്ടർമൈൻ എന്ന് വെച്ചാല് സബ്വേർട്ട്. സബ്വേർട്ട് അല്ലെങ്കിൽ സാബട്ടേജ് അല്ലെങ്കിൽ ത്രെറ്റൻ. നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ നമ്മൾ പറയാം, നീ ഈ ബുക്ക് പഠിച്ചില്ലെങ്കിൽ നീ തോറ്റു പോകും എന്ന് പറയില്ലേ, അത് അണ്ടർമൈൻ. ബുക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ അണ്ടർമൈൻ മീൻസ് ആക്ച്വലി നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതാണ് അണ്ടർമൈൻ. അതിന്റെ എന്താ പറയാ, ആന്റോണിം എന്ന് പറയുന്നത് എൻഹാൻസ്, പ്രോത്സാഹിപ്പിക്കുക, എൻഹാൻസ്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻസ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്. ബൈ.